സൂപ്പർ സിന്ദഗി പടം ഒരു കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഒരു കോമഡി പടം ആണെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് എനിക്ക് അതിന്റെ തുടക്കം ഫീൽ ചെയ്തത്. കുറച്ച് ലാഗായിട്ട് തുടങ്ങിയത്. പിന്നെ ജോണി ആന്റണിയുടെ എൻട്രിയോടുകൂടി പടത്തിന്റെ ലെവൽ അങ്ങോട്ട് മാറി. അതായത് ഫുൾ കോമഡി ട്രാക്കിലേക്ക് വന്നിട്ട് പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ സുരേഷ് കൃഷ്ണ പുള്ളി നല്ല രീതിയിൽ പുള്ളി ഒരു ഡോണിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്തതാണ്. പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു റോള്. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിലെ അറ്റ്മോസ് കണ്ടന്റ് അത് നല്ല ഒരു കിടിലം തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിക്കുകയാണെങ്കിൽ ശരിക്കും അതിന്റെ ഫീല് നമുക്ക് കിട്ടും. എന്തായാലും പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫിൽ വളരെ ഒരു ആവറേജ് പോലെയൊക്കെ തോന്നിയിട്ട് സെക്കൻഡ് ഹാഫിൽ സുരേഷ് കൃഷ്ണയൊക്കെ വന്നപ്പോൾ നല്ല രസമായി. സുരേഷ് കൃഷ്ണയുടെ ഒരു ഡോൺ കഥാപാത്രമാണ്. പുള്ളിയുടെ കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഒരു സാധാരണ ഇതിൽ നടന്ന സംഭവമാണെന്ന് പറയുന്നു അങ്ങനത്തെ സിറ്റുവേഷൻ. ഒരു കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ഒരു കോമഡി പടമായിട്ടാണ് തോന്നിയത്. മുകേഷിന്റെ ധ്യാൻ കോമഡി ടൈമിംഗ് അടിപൊളിയായിരുന്നു. അതുപോലെ ജോണി ആന്റണി അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷണൽ കോമഡിയാണ് കൂടുതൽ. ഇങ്ങനെ പണത്തിന് പുറകെ പോയിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുക, അവിടുന്ന് അവർ രക്ഷപ്പെടാൻ കാണിക്കുന്ന ആ ഒരു സിറ്റുവേഷണൽ കോമഡികൾ അത്യാവശ്യം വർക്കായിട്ടുണ്ട്. മുകേഷ് പ്രത്യേകിച്ച് സുരേഷ് കൃഷ്ണ വന്നതിന് ശേഷമാണ് പടത്തിനൊരു ലൈവായിട്ട് പുള്ളി കൊണ്ടുപോകുന്നുണ്ട് ക്ലൈമാക്സ് വരെ. ഒരു വൺ ടൈം വാച്ചബിൾ കോമഡി എന്റർടൈനർ ആയിട്ടാണ് തോന്നുന്നത്. ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. കാരണം അങ്ങനെ അധികം ഒരു നോ ബ്രെയിനർ കോമഡി എന്ന രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിനിമയാണ്. മുകേഷിന്റെ ഒരു പിന്നെ ഫുൾ ടൈം റോളാണ്. വളരെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു സീരിയസിൽ നിന്ന് മാറിയിട്ട് ഒരു പഴയ ഒരു കോമഡി ടൈമിങ്ങിൽ ഒരുപാട് സീനുകൾ പുള്ളി നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വൺ ഡൈനേഴ്സ് പുള്ളിയുടെ ടൈമിങ്ങിലുള്ള കോമഡിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ബുള്ളറ്റ് ഡയറീസിന് ശേഷം അതിഗംഭീരമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് സൂപ്പർ സിന്ദഗി. കാരണം ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂകൾ തന്നെ സിനിമയും വ്യത്യസ്തമാണ്. ഇതിൽ മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. ഒരു ഒട്ടുമിക്ക പുതിയ ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ അഭിനയിച്ച സിനിമയാണ്. പിന്നെ പുതുതായിട്ട് കുറെ നടന്മാരും അഭിനയിച്ച ഒരു സിനിമയാണ്. പിന്നെ ക്ലൈമാക്സ് ആയിട്ടൊക്കെ ഒരു രക്ഷയില്ല. സുരേഷ് കൃഷ്ണയും മുകേഷ് അണ്ണനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു നല്ലൊരു ഫാമിലി മൂവി കണ്ടൊരു ഫീലാണ്. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് സിനിമയിലെ സീരിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി അമ്മയായിട്ട് അഭിനയിക്കേണ്ടതാണൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു നമ്മള് കാണാൻ ആഗ്രഹിക്കുന്ന എന്നും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ജോണറാണ് ഈ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള കോമഡി ഡ്രാമ, കുറച്ച് സസ്പെൻസ് ഒക്കെ ഉള്ള. ഇപ്പൊ രാംജി റാവ് സ്പീക്കിംഗ് തൊട്ട് നമ്മൾ പല സിനിമകളും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജോണറിൽ പെടുന്ന വളരെ എന്റർടൈനിങ് ആയിട്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത പല ട്വിസ്റ്റുകളും ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതില് വ്യക്തിപരമായിട്ട് എനിക്ക് എന്താ പറയണ്ട കുറച്ച് സസ്പെൻസ് ഉള്ള കുറച്ച് ഫൈറ്റും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതുവരെ ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത് എനിക്കും ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഭാഗ്യമാണ് അത്. പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് മുകേഷ് ചേട്ടനും ധ്യാനും പിന്നെ അതേപോലെ ജോണി ചേട്ടനും സുരേഷ് ചേട്ടനും ഒക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സുരേഷ് ചേട്ടന്റെ ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ, ഒരു ഡോണിന്റെ ക്യാരക്ടറാണ്. അപ്പൊ അത് ഭയങ്കര എൻജോയബിൾ ആയിട്ട് എല്ലാവരും കണ്ടു കൈയടിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. ഒരു എന്റർടൈനിങ് ഫിലിം, എല്ലാവരും പോയി കാണും.